ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നേരത്തെ രാമുല്ലേ, രാമു വൈദ്യര, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ അവരിവിടെയാണ് താമസിക്കുന്നത്, അപ്പുറത്തെ കാട്ടിൻ്റെ മേലിലാണ്. മൂപ്പര് പണിക്ക് പോയ വഴി എന്ത് പറ്റി കാലിനത്? ഇത് പോണ വഴിക്കുന്ന കുറ്റി തട്ടിയ. അതിന് എന്ത് മരുന്ന് ഞങ്ങൾ വെച്ചത്? അതിപ്പോ തൊട്ടവാടി, അപ്പച്ചപ്പ്, പിന്നെ തന്നെ ആ മരുന്നല്ലേ. പിന്നെ ഇതിലേക്ക് ഒരെണ്ണം കൂടെ വരാനുണ്ട്, ഇതും കൂടെ വരാനുണ്ട്. ഈ മുന്നണിയില, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുന്നണിയില എന്ന് പറയും. മുന്നണിയില, ദാണ്ട് തൊട്ടവാടി, ഇത് അപ്പച്ചപ്പ് അല്ലേ, കിട്ടില്ലേ? അരച്ചിട്ട് വെക്കണം. ദാണ്ട് ഇവര് മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. തൊട്ടവാടി, മുന്നണിയുടെ ഇല, പിന്നെ അപ്പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ, ഇതല്ലേ? അതന്നെ. ഇത് തൊട്ടവാടി, പിന്നെ നമ്മുടെ നാട്ടില് വിഷമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുന്ന സാധനം മുന്നണിയല്ല. ഇങ്ങോട്ട് അരച്ചിട്ട് ഇതെന്ത് ചെയ്യും? അരച്ചിട്ട് മുറിയിൽ വെച്ചിട്ട് കിട്ടും. അരച്ചിട്ട് മുറി വെച്ച് കെട്ടും. മുറി വെച്ച് കെട്ടിയാൽ പെട്ടെന്ന് മുറിവണാവും. കാല് വെച്ച് കുത്തിയപ്പോ ഞാനിത് പറിച്ച് തൊട്ടവാടിയുടെ ഇലയും പറിച്ചു. നിങ്ങൾ പറഞ്ഞേക്കാ മറ്റേ ഈ ഒരു ഇലയും പറിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ചു. പുഴകല്ലേക്ക് കൊണ്ടുപോയി അരച്ച് മുറിയെ വെച്ച് കെട്ടി. ഇപ്പോ മുറിക്ക് വേദനയില്ല, ഒന്നുമില്ല. മുറി ഇങ്ങനെ കുറച്ച് ആറി വരുന്നുണ്ട്. അത് മുറിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസമായി. ഏകദേശം ഇപ്പൊ ഉണങ്ങി. കമ്പ് കയറിയിട്ട് പീസ് സൈഡൊക്കെ പൊളിഞ്ഞു. അത് പിന്നെ ഞാൻ കൊണ്ടുപോയി പുഴയിൽ ഇത് അരച്ചു കൊണ്ടുപോയി റെഡിയാക്കി കാലേ കെട്ടി. അപ്പൊ ഏകദേശം ഉണങ്ങി. ഇനി ഇതും കൂടെ ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ കെട്ടണം. അപ്പോഴത്തേക്ക് ക്ലിയർ ആവും. വേറെ ഒന്നും ചെയ്തിട്ടില്ല? വേറെ ഒന്നുമില്ല. ഇഞ്ചക്ഷനോ മെഡിക്കലുമായിട്ടൊന്നുമില്ല, ഒരു ബന്ധവും. ഈ മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ മുറിവിന് നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും പേടി. ഇതും അപ്പച്ചപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ? അതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മുടെ തൊട്ടവാടി, ഇവര് ഇതരച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടും. കെട്ടിയാൽ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. ഇതാണ് ഇവരൊക്കെ ചെയ്യുന്ന മരുന്നുകൾ. അതൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നത്.